ഈ സഭയെ കടന്ന് കളിക്കരുത്, സഭയ്ക്കകത്ത് ചിത്തിരിപ്പുണ്ടാക്കരുത്. സഭയ്ക്കകത്തൊക്കെ നീർക്കോലിയുണ്ട്, ചേരയുണ്ട്. ചേര കടിക്കത്തില്ല, കയറി ചുറ്റും. എനമറിയാൻ മേലത്തെ ഉപദേശി അറ്റാക്ക് വന്നു പോകും. എനം പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ശാന്തമായിട്ട് നിന്ന് കൊടുത്താൽ മതി. ചുറ്റുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ പയ്യെ എനമറിയാൻ മേലെ പെട്ടെന്നൊരു വേദന പോലെ തോന്നും. അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖനുണ്ട്. അവനെങ്ങനെ വെച്ചാൽ അവനും പെമ്പളയും പിള്ളേരും ഇങ്ങനെ തറ കൂടിയിരിക്കും. ഇവരെ സംബന്ധിച്ച വിഷയം വല്ലതും പ്രസംഗത്തിൽ വന്നാൽ വല്ലപ്പോഴും ഇവനൊന്ന് അവൻ മൂർഖനുണ്ട്. പിന്നെ ഇതിനകത്ത് രാജവെമ്പാലയുണ്ട്. അവൻ എല്ലാ യോഗത്തിനും വരികയല്ല. ഇതുപോലെ മെയിൻ കൺവെൻഷൻ വരുമ്പോൾ അവനാണ് വെമ്പാല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവൻ വരികയല്ല, കാത്തിരിപ്പ് യോഗത്തിനും വരികയല്ല, ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ ഇവൻ വരികയല്ല. ഇങ്ങനെയുള്ള മെയിൻ വരുമ്പോൾ അവൻ വെമ്പാല. ഞാൻ പണ്ട് പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുക. ചെല്ലു പടത്തില്ലേ, അമ്മാമ്മേ ഈ യോഗത്തിന് വരാൻ ടൈമില്ല, ബിസി, എന്നാ പിള്ളേര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് യോഗത്തിന് വരാൻ. അതെ, മോള് ചിക്കനെ യൂസ് ചെയ്യുള്ളൂ. ഡാഡിക്ക് അന്നേ മട്ടൻ ഇല്ലാതെ, ഇപ്പം പണ്ട് കുട്ടൻ കുറിച്ച് ചുട്ടു തിന്നവനാ. ഇപ്പം മട്ടൻ അടിക്കാതെ മട്ടൻ കഴിച്ചോ, പക്ഷെ അഹങ്കാരം പാടില്ല. ചെല്ലു പറയത്തില്ല, ഞാൻ എന്റെ മെത്തയെ കടന്ന് ഉറങ്ങുമ്പോളൂ. വെള്ളപ്പൊക്കം വന്നപ്പോ ആണ്ട് മെത്തയില്ല, വെഞ്ചേ കിടക്കുന്നത്. എടാ അഹങ്കാരികളെ ദൈവം വിടുവോ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, അഹങ്കരിക്കരുത്. ഗർവവും തീമ്പളപ്പും നിർഭയ സൗകര്യവും മാത്രമാണോ എളിയവനെയും ദരിദ്രനെയും ആദരിക്കുന്നില്ല അഹങ്കാരം. അത് മൂർത്തീഭാവത്തിലേക്ക് തീമ്പളപ്പ് കണ്ടമാനം ചെന്ന് കഴിയുമ്പോ കുത്തലുണ്ടാകും.